ഹലോ, ഗുഡ് മോർണിംഗ്. ഹിയർ ഐ എം നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എല്ലാ വീഡിയോസിലും നമ്മൾ ചെറിയ രീതിയിൽ അധികം മുതൽ മുടക്കില്ലാതെ അധികം റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസുകളിലെല്ലാം തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലാന്റ് സെല്ലിങ്ങിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അധികം മുതൽ മുടക്കില്ലാതെ എന്നാൽ നിങ്ങളുടെ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തന്നെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരും പ്ലാന്റ്സ് വാങ്ങുന്നവരും ഒരു ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിൽ, അപ്പം അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ തന്നെ ബൈ സെല്ലിംഗ് ആണ് എൻ്റെ ഒരു ഇതിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബൈ സെല്ലിംഗ്, ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബൈ സെല്ലിങ്ങിലാണ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ സെൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെടികൾക്ക് ഏറ്റവും ഉത്തമമായ ഈ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ നിങ്ങൾക്കും വേണമെങ്കിൽ പങ്കാളികളാകാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും കാര്യമില്ല. അതുപോലെ തന്നെ ഒരൊറ്റ പ്രാവശ്യം അത് ആദ്യമായിട്ട് നിങ്ങൾ സെൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ മറ്റു പല വഴികളും നിങ്ങൾക്ക് അല്ലെങ്കിൽ പല പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇതുപോലെ സെൽ ചെയ്യാൻ സാധിക്കും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് മാത്രമല്ല, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമുണ്ട്, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകമുണ്ട്, അതായത് എൻറിച്ച് കൗഡങ് പൗഡർ ഉണ്ട്. എല്ലാത്തരം പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകൾ, കൂൺ വിത്ത് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അപ്പം ഇത്രയും സാധനങ്ങൾ സെൽ ചെയ്യുന്ന എനിക്ക് 0 ആണ് എൻ്റെ മുതൽ മുടക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് ഓർഡർ എടുക്കുമ്പോൾ തന്നെ അവർ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഓർഡർ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്ക് അയക്കുന്നുള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, മുതൽ മുടക്കില്ലാതെ ചെയ്യാവുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ബൈ സെല്ലിങ്. മുടക്കില്ലാത്തത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ റിസ്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ അയക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് അതിൻ്റെ റിസ്ക് അവരാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ലാഭവും കുറവായിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളും ഞാൻ സെൽ ചെയ്യുന്നതാണ്. അതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. മെയിൻലി പ്ലാന്റ്സ് ആണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർ പ്ലാന്റ്സ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ പാക്കിങ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം സാധനങ്ങൾ എളുപ്പത്തിൽ കേടുവരാത്തതും എന്നാൽ വിശ്വസ്തരായവർ നല്ല പാക്കിങ്ങോടുകൂടി നമ്മുടെ കയ്യിൽ എത്തിക്കുമെന്ന് നമുക്ക് വിശ്വാസമുള്ളത് ആയ സാധനങ്ങൾ വലിയ ലാഭപ്രതീക്ഷ വയ്ക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാമിലാണ്. ഇത് പ്രൊഡക്ഷൻ സെൻറ്റർ. സെൻഡ് ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നാണ്. അപ്പം ഇതാണ് ഫാം. ഇവിടുന്ന് കുറഞ്ഞ നിരക്കിൽ ബൾക്കായിട്ട് ചാണകം എടുക്കുകയാണ് ചെയ്യുന്നത്. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചെടുക്കുന്നതും പാക്കറ്റ് ചെയ്യുന്നതും കൊറിയർ ചെയ്യുന്നതും മറ്റൊരു സ്ഥലത്തു നിന്നാണ്. ഈ എല്ലാ പ്രോഡക്ട്സും ഇന്ത്യയിൽ എവിടെയും ഓൺലൈൻ വഴി സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ളത് എത്രമാത്രം ആർക്കാണോ ആവശ്യം അവരിലേക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക, അത് വാങ്ങാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതിനെയാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ അഡ്വർടൈസ്മെൻ്റ് ഇന്ന് വളരെ ഈസിയാണ്. ഈ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, അതിൻ്റെ മാർക്കറ്റ് പ്ലേസ്, അതുപോലെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിലൂടെയൊക്കെ ഈസിലി നമുക്ക് ലോകം മുഴുവൻ അറിയിക്കാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫേസ്ബുക്കിലാണ് മാർക്കറ്റ് പ്ലേസിൽ ഫ്രീ ആയിട്ട് ആഡ് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. അതായത് ചെടികൾ സെൽ ചെയ്യാൻ ആരംഭിച്ചത് ഫേസ്ബുക്ക് വഴിയാണ്. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ്, ഇന്ന് എൻ്റെ എല്ലാ പ്രോഡക്ട്സും വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ബൈ സെല്ലേഴ്സ് ഉണ്ട്. അവർ അവരുടെ ലാഭത്തിനനുസരിച്ച് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ബൈ സെൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് ഈ പൊടി രൂപത്തിൽ കിട്ടുന്ന ചാണകം അതിവിടെ തണലത്ത് വെയിൽ കൊള്ളാതെ ഇതുപോലെയുള്ള പോളി ഹൗസസിൽ, കാരണം ഇത് എടുത്തു പറയാൻ കാരണം പലതരത്തിലും പൊടി രൂപത്തിലുള്ള ചാണകം ഇന്ന് അവൈലബിൾ ആണ്.
സൂര്യപ്രകാശം ഇതൊന്നും കൊള്ളിക്കാതെ മൂടിയിടും. കവർ ചെയ്യും. അതുപോലെ ചെയ്യുന്നത് ഇതിൽ ചാണകത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ, ഉപകാരപ്രദമായ മിത്രക്കുമിള് അതുപോലെയുള്ള സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് പോളി ഹൗസിൽ ഉണക്കിയെടുത്തതിന് ശേഷം അത് മെഷീനിൽ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന FCO സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇത് സെൽ ചെയ്യുന്നതിനായിട്ട്. അപ്പം ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡർ അതനുസരിച്ച് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. വളത്തിൻ്റെ ക്വാളിറ്റി, പ്രോസസ്സ് ചെയ്യുന്ന രീതി, അതായത് ഈ ചാണകം ചിലരെങ്കിലും അത് മെഷീനിൽ പിഴിഞ്ഞെടുത്ത് പൊടി രൂപത്തിലാക്കി പാക്കറ്റിലാക്കി സെൽ ചെയ്യുന്നവരുണ്ട്. FCO അതിനെ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുത്തിയാണ് വില നിശ്ചയിക്കുക. അതായത് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരവും പ്രൈസും തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുതൽ മുടക്ക് ഒരു പാക്കറ്റ് ഇത് വാങ്ങി നോക്കൂ. അതിൻ്റെ പ്രൈസായിരിക്കും നിങ്ങളിതിൽ മുടക്കുന്ന മൂലധനം. അത് നിങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങൾ വഴി സെൽ ചെയ്യാം. അതായത് നിങ്ങൾ ആവശ്യമുള്ളവരുടെ അഡ്രസ്സ്, പേയ്മെൻറ്റ് നമ്മൾക്ക് അയച്ചു തന്നാൽ, എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഇത് നമ്മൾ ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതോടുകൂടി നിങ്ങളും ഒരു ഓൺലൈൻ സെല്ലറായി മാറി ഒരു ചെറിയ വരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ബൈ സെല്ലിങ്ങിനെ കുറിച്ചാണ്. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ചാണകം അവൈലബിൾ ആയിരിക്കണം, അത് സമ്പുഷ്ടീകരിക്കണം, അതല്ലെങ്കിൽ ഉണക്കിപ്പൊടിക്കണം, പാക്ക് ചെയ്യണം. പിന്നെ ഇതൊക്കെ സെൽ ചെയ്യുന്നതിനുള്ള ലൈസൻസ് കരസ്ഥമാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ആദ്യം നിങ്ങൾ ബൈ സെൽ ചെയ്യാണ്. കുറച്ചുകൂടി ലാഭം വേണം, അതല്ലെങ്കിൽ നമുക്കിഷ്ടം പോലെ ആവശ്യക്കാരുണ്ടെന്ന് അറിയുമ്പോൾ മാത്രം സ്വന്തമായി തുടങ്ങാം. അപ്പം ഈ ഒരു ഫാമും അതിൻ്റെ ഉടമസ്ഥൻ ഡോക്ടർ TV ആൻ്റണിയെയും നമുക്ക് പരിചയപ്പെടാം. ലോകത്ത് 3 തരം ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാറ്റങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് അവർക്ക് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെയും മാറ്റങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരാകട്ടെ ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളെയും മറ്റും സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്വന്തം നന്മയ്ക്കും ഉയർച്ചയ്ക്കും അതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്നവർ. എല്ലാത്തിനോടും, മാറ്റങ്ങളോടും സംഭവങ്ങളോടും എല്ലാത്തിനോടും നിഷേധാത്മകമായ നിലപാടുകളും നിഷ്ക്രിയത്വവും ഒക്കെയായിട്ട് സ്വയം പഴിച്ചും വിധിയെ പഴിച്ചുമൊക്കെ കഴിഞ്ഞുകൂടുന്നവർ അവരാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്നവർ. ഏതായാലും ഇത്രയും വലിയൊരു ഫാമും ഏകദേശം 60-ലധികം പശുക്കളും അതുപോലെ 15ഓളം ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സംരംഭം ചെറിയ മുതൽ മുടക്കിലോ റിസ്ക് ഫ്രീ ആയിട്ടോ ഒരുപാട് ലാഭം കിട്ടുന്ന തരത്തിലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അത്തരം സംരംഭങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരോട് നിഷേധാത്മകമായ നിലപാടുകളും നിഷ്ക്രിയത്വവും പാലിച്ച് അകന്നുമാറി നിൽക്കാതെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. തമ്പനെയിലിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാം തരം സെൽ ചെയ്യാനുള്ള സാധനങ്ങളും ഐഡിയാസും മാർഗനിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ ചെയ്തു തരാൻ തയ്യാറാണ്. വാട്സാപ്പുമായി ബന്ധപ്പെടുക, നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.